കടൽക്ഷോഭങ്ങളേക്കാൾ അപകടകാരിയായ ഒരു പ്രതിഭാസം ഇപ്പോൾ പശ്ചിമേഷ്യൻ കടലിടുക്കിലുണ്ട്. അത് പ്രകൃതിയുടേതല്ല, മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വിനാശകാരിയായ യുദ്ധതന്ത്രത്തിന്റേതാണ്. പേർഷ്യൻ കടലിലൂടെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ നീങ്ങുമ്പോൾ ലോകത്തിലെ മറ്റു കപ്പലുകൾ ആ ഭീമനിൽ നിന്ന് ചുരുങ്ങിയത് 5 മൈലെങ്കിലും ദൂരം പാലിക്കണമെന്ന കർശന നിയമമുണ്ട്. എന്തുകൊണ്ടാണ് ഈ 5 മൈൽ ദൂരം ഇത്രയേറെ നിർണായകമാകുന്നത്? ആ പരിധി ലംഘിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? കേവലം ഒരു സുരക്ഷാഖലത്തിനപ്പുറം ആഗോള യുദ്ധതന്ത്രത്തിന്റെ പല നിഗൂഢതകളും ഈ 5 മൈൽ നിയമത്തിന് പിന്നിലുണ്ട്. കടലിലെ ഈ അപ്രഖ്യാപിത ചക്രവർത്തിയുടെ അധികാര പരിധിയിലേക്ക് പ്രവേശിക്കുന്ന ഏത് കപ്പലും അമേരിക്കൻ നാവികസേനയുടെ ഹിറ്റ് ലിസ്റ്റിലാവും എന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധം പുകയുന്ന മേഖലകളിൽ USS എബ്രഹാം ലിങ്കൺ നടപ്പിലാക്കുന്ന ഈ പ്രതിരോധ ബഫർ സോണിനെ അസസ്മെന്റ് സോൺ എന്നാണ് വിളിക്കുന്നത്. അരികിലേക്ക് വരുന്ന ഒരു കപ്പൽ വെറുമൊരു വ്യാപാര കപ്പലാണോ അതോ ശത്രുപക്ഷത്തെ ചാരക്കപ്പലാണോ എന്ന് തിരിച്ചറിയാൻ ഈ അകലം നാവികസേനയ്ക്ക് സമയം നൽകുന്നു. ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്ന പരിധിയിലേക്ക് ഒരു കപ്പൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിനെ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ തകർക്കാനും ഈ ദൂരം ഉപകരിക്കും. നിമിസ് ക്ലാസിൽപ്പെട്ട ഈ ഭീമൻ കപ്പലിന് 1,00,000 ടണ്ണിലധികം ഭാരമുണ്ട്. ഇത്രയും വലിയൊരു കപ്പലിന് പെട്ടെന്ന് നിർത്താനോ ദിശ മാറ്റാനോ കഴിയില്ല. ഒരു കൂട്ടിയിടിയോ ആക്രമണമോ ഒഴിവാക്കാൻ കപ്പൽ അടിയന്തരമായി തിരിക്കേണ്ടി വന്നാൽ സുരക്ഷിതമായി ആ തന്ത്രം നടപ്പിലാക്കാൻ ആവശ്യമായ തുറന്ന സമുദ്രം ഈ 5 മൈൽ ദൂരത്തിലൂടെ ഉറപ്പാക്കപ്പെടുന്നു. USS എബ്രഹാം ലിങ്കണിലെ ഫ്ലൈറ്റ് ഡെക്കിൽ നിന്നുള്ള വിമാന വിക്ഷേപണമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. ജെറ്റ് വിമാനങ്ങൾ പറന്നുയരുന്നതിന് കാറ്റിന്റെ ദിശ അനുസരിച്ച് കപ്പലിന് പലപ്പോഴും മുന്നറിയിപ്പില്ലാതെ തിരിയേണ്ടി വരും. കൂറ്റൻ ഹൾ ആട്ടിക്കൊണ്ടുള്ള ഈ ചലനങ്ങൾക്കിടയിൽ സമീപത്ത് മറ്റു കപ്പലുകൾ ഉണ്ടെങ്കിൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. കടലിൽ ഗതാഗത തടസ്സമില്ലാതെ വായുസഞ്ചാരം നിലനിർത്താനും ഫ്ലൈറ്റ് കൺട്രോൾ കൃത്യമായി പ്രവർത്തിപ്പിക്കാനും ഈ നിശ്ചിത ദൂരം അത്യന്താപേക്ഷിതമാണ്. മുൻപ് USS കോൾ എന്ന കപ്പലിന് നേരെ നടന്ന ചതിപ്രയോഗത്തിനു ശേഷം വേഗത്തിൽ സഞ്ചരിക്കുന്ന ചെറിയ ബോട്ടുകളെ പോലും അമേരിക്കൻ സേന അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. സുരക്ഷാ ടീമുകൾക്ക് ശത്രു ബോട്ടുകളെ തിരിച്ചറിയാനും മുന്നറിയിപ്പ് നൽകാനും ആവശ്യമെങ്കിൽ ഇടപെടാനും ഈ 5 മൈൽ ദൂരം നിർണായകമായൊരു സമയക്രമം നൽകുന്നുണ്ട്. ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ അത്ഭുത കപ്പൽ ഒരു ദേശീയ സ്വത്താണ്. അതുകൊണ്ട് തന്നെ അതിലെ സെൻസിറ്റീവ് പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ ചാരവൃത്തി നടത്താനോ ആരെയും അനുവദിക്കില്ല. ഇന്ധനം തീരാറായ വിമാനങ്ങൾ തിരിച്ചിറങ്ങുന്ന പാതകളും അഥവാ അപ്രോച്ച് പാത്സും അടിയന്തര സാഹചര്യത്തിൽ ഇന്ധനം കടലിലേക്ക് ഒഴുക്കി കളയേണ്ടി വരുന്ന സോണുകളും അഥവാ ഫ്യുവൽ ജെറ്റിസൺ സോൺസും ഈ 5 മൈൽ ചുറ്റളവിൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്നു. സിവിലിയൻ കപ്പലുകൾ അരികിലേക്ക് വന്നാൽ ഇത്തരം സാങ്കേതിക നീക്കങ്ങളെല്ലാം അവതാളത്തിലാവും. കൂടാതെ സിവിലിയൻ നാവികർ പലപ്പോഴും ഈ യുദ്ധക്കപ്പലിന്റെ വലിപ്പവും അതിന്റെ 30 നോട്ടിലധികം വരുന്ന വേഗതയും തെറ്റായി കണക്കാക്കാറുണ്ട്. ഇത്തരം മനുഷ്യസഹജമായ പിഴവുകൾ കാരണം കൂട്ടിയിടികൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ കടുത്ത സുരക്ഷാ വലയം തീർത്തിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ പുറപ്പെടുവിക്കുന്ന ഉയർന്ന പവർ റഡാർ സിഗ്നലുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും സമീപത്തുള്ള മറ്റു കപ്പലുകളുടെ നാവിഗേഷൻ സിസ്റ്റങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. വാണിജ്യ കപ്പലുകളുടെ റേഡിയോകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തനരഹിതമാകാതിരിക്കാൻ അവ അകലം പാലിച്ചേ മതിയാവൂ. ഇതിനെല്ലാം പുറമെ കപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന 30 ലക്ഷം ഗാലൻ ഏവിയേഷൻ ഇന്ധനവും 1000 ടണ്ണിലധികം മാരകായുധങ്ങളും ഒരു വലിയ ബോംബിന് സമാനമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ കപ്പലിൽ ഒരു തീപിടുത്തമോ സ്ഫോടനമോ ഉണ്ടായാൽ മറ്റു കപ്പലുകളെ ആഘാത പരിധിയിൽ നിന്ന് സംരക്ഷിക്കാൻ ഈ ദൂരം സഹായിക്കും. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ ഈ 5 മൈൽ പരിധിയിൽ പട്രോളിംഗ് നടത്തുകയും സിവിലിയൻ കപ്പലുകളെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നുണ്ട്. ഈ 5 മൈൽ ദൂരം എന്നത് വെറുമൊരു നിയമമല്ല, മറിച്ച് കടലിലെ അതിജീവനത്തിന്റെ അതിർവരമ്പാണ്. USS എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ കപ്പലിന്റെ ഓരോ നീക്കവും ലോകത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ആ അധികാര പരിധിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പ്രവേശിക്കുന്നത് സ്വയം മരണത്തിന് കീഴടങ്ങുന്നതിന് തുല്യമാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ കടലിലെ ഈ 5 മൈൽ ലക്ഷ്മണരേഖ കടക്കാൻ ഏതെങ്കിലും ശത്രു ധൈര്യപ്പെടുമോ?